ശുഭാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചിയോടുകൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ റാഗി ദോശ തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മുഴുവനായിട്ടുള്ള റാഗിയാണ് എടുത്തിരിക്കുന്നത്. ആ റാഗി നമുക്ക് ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ റാഗിക്ക് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് 1/4 കപ്പ് ആയാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉലുവയാണ്. മുഴുവനായിട്ടുള്ള ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മൂന്നും കൂടെ നമുക്ക് നല്ലതുപോലെ കഴുകണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ച് നല്ലതുപോലെ നമ്മൾ കഴുകിയെടുക്കാം. 3-4 തവണ ഇത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം. കാരണം ഇതിനകത്ത് ഒരുപാട് പൊടികളൊക്കെ ഉള്ളതാണ്. ആദ്യത്തെ വെള്ളം ഒഴിച്ച് കഴിയുമ്പം തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് ഇതിന് എത്രമാത്രം അഴുക്കുണ്ടെന്ന്. അതേപോലെ വെള്ളം 3-4 പ്രാവശ്യം മാറ്റി മാറ്റി കഴുകിയെടുക്കുക. അങ്ങനെ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നമുക്കിത് കുതിർത്താൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ അവിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അവിൽ നമുക്ക് ലാസ്റ്റ് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം നമ്മൾ റാഗി കഴുകിയതുപോലെ നമ്മൾ അവിലും കൂടെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ അവിൽ നല്ലതുപോലെ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. 3 മണിക്കൂറിന് ശേഷം ഇപ്പം നമ്മുടെ റാഗിയെല്ലാം നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മാറ്റാം. കാരണം നമ്മൾ അവിൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കഴുകിയില്ലായിരുന്നു. അപ്പോൾ നമുക്കിതൊന്നും കൂടെ കഴുകിയെടുക്കാം. അങ്ങനെ നമ്മുടെ റാഗിയും അവിലും ഉഴുന്നും എല്ലാം നല്ലതുപോലെ ക്ലീനാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക, നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ. ഇനി നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 6-7 മണിക്കൂർ നമുക്കിതൊന്ന് മാവ് പൊങ്ങി വരാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാം. രാത്രികളാണ് നമ്മളിത് അരച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് റെഡിയായിരിക്കും. ഒരു 6 മണിക്കൂർ നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന്. ഇപ്പം നമ്മുടെ മാവ് ഇത് നല്ലതുപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് റാഗി ദോശയിൽ കൂടെ കഴിക്കാൻ ഒരു ചമ്മന്തിക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും 2-3 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ ഞാനിങ്ങനെ അരച്ചൊന്നെടുത്തു. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് നമ്മൾ മിക്സറിലേക്ക് ഉപയോഗിക്കുന്നത്. അതും പിന്നെ 1 പിടി മല്ലിയിലയും ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതേപോലെ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് താളിക്കാം. ചൂടായ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്നതായ ചമ്മന്തിക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിത് കട്ടിക്കാണ് ഈ ചമ്മന്തി എടുക്കുന്നത്. അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ ചൂടാക്കിയിട്ട് ചൂടായ തവയിലേക്ക് ഇതേപോലെ ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ പരത്തിയെടുക്കാം. നല്ലതുപോലെ പരത്തിയതിന് ശേഷം ഏകദേശം നമുക്ക് മേൽഭാഗം ഇങ്ങനെ നമുക്കറിയാൻ പറ്റില്ല വെന്ത് വരുന്നതായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യ് ഇല്ലാതെ നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചുമിട്ട് ഓരോരോ ദോശ ഇതേപോലെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്നിരിക്കുന്ന ആ ബാറ്ററും ഓരോന്നോരോന്നായി ഇതേപോലെ നമുക്ക് ചുട്ടെടുക്കാം. ഡയബറ്റീസുകാർക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് രാവിലത്തെ എൻ്റെ വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഈ റാഗി ദോശ. അങ്ങനെ ബാക്കി വന്ന എല്ലാ മാവും ഞാനിതുപോലെ ഓരോന്നോരോന്നായി ഒഴിച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ നല്ല രുചിയിലാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും അരിദോശയല്ല കഴിക്കുന്നത്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയൊക്കെ മാറ്റി പിടിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.